യേശുവിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ അനുദിനം കുളിച്ച് വൃത്തിയാകാറുണ്ട്, നമ്മുടെ വസ്ത്രങ്ങൾ അലക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മളിലെ ആന്തരിക മനുഷ്യനും നവീകരിക്കപ്പെടേണ്ടിയിരിക്കുന്നു. പശ്ചാത്താപത്തിലൂടെ, അനുരഞ്ജന കുദാശയിലൂടെ നമുക്കത് സാധ്യമാണ്. അങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മളിലുള്ള ദുഷ്ടശക്തികൾ ഇറങ്ങിപ്പോകുന്നു. ഈശോ നമ്മുടെ ഉള്ളിൽ വസിക്കുകയാണ്. ദുഷ്ടശക്തികൾക്ക് ഇതൊട്ടും ഇഷ്ടമല്ല. നമ്മൾ ഈശോയോട് ചേർന്ന് നിൽക്കുന്നത് എതിർക്കാനായി അത് മറ്റു ദുഷ്ടശക്തികളെ കൂടെ കൂട്ടുപിടിച്ച് പൂർവാധികം ശക്തിയോടെ, ശക്തമായ പ്രലോഭനത്തോടെ നമ്മുടെ ചുറ്റിലുമുണ്ടാവും. ഈശോ നമ്മുടെ ഉള്ളിൽ വസിക്കുന്നിടത്തോളം കാലം അവന് നമ്മളെ കീഴടക്കാനാവില്ല. എന്നാൽ ശക്തമായ പ്രലോഭനത്തോടെ അവൻ കടന്നു വരുമ്പോൾ, ഏതെങ്കിലും ഒരു പ്രലോഭനത്തോട് അല്പമെങ്കിലും താല്പര്യം നമ്മൾ കാണിച്ചാൽ അവൻ കയറിപ്പറ്റും. അവൻ്റെ കൂടെ മറ്റു ദുഷ്ടശക്തികളും നമ്മളെ കീഴടക്കും. അങ്ങനെ വരുമ്പോൾ ആദ്യത്തേനേക്കാൾ മോശമായ ഒരു സ്ഥിതിയിലേക്ക് നമ്മളായി തീരുമെന്നാണ് വചനം പറയുക. 2 പത്രോസ് 2:20 മുതൽ വചനങ്ങളിൽ ആ ഒരു കാര്യം വിവരിക്കുന്നുണ്ട്. ലോകമാലിന്യങ്ങൾ വീണ്ടും നമ്മളെ കീഴടക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണമെന്ന്. ഛർദ്ദിച്ചത് തന്നെ വീണ്ടും നായ തിന്നാൻ ശ്രമിക്കാറുണ്ട്. കുളി കഴിഞ്ഞ പന്നി വീണ്ടും ചെളിക്കുണ്ടിൽ ഇറങ്ങാറുണ്ട്. ആ ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കാൻ പ്രലോഭനങ്ങളെ എതിർക്കാം, കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ ശ്രമിക്കാം. ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.